അതിന്റെ ആദ്യ ഘട്ടം, രണ്ടാമത്തെ ഘട്ടം, എവല്യൂഷൻ ഉണ്ടാവില്ല. എല്ലാം വെച്ചാൽ ഒറ്റയടിക്ക് ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളതാവില്ലല്ലോ. അപ്പൊ അതിന്റെ ആ പാറ്റേൺ, എവല്യൂഷന്റെ പാറ്റേൺസ് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒരു ഡിസ്കഷൻ ആവാമായിരുന്നു. അങ്ങനെ ഒരു ഡിസ്കഷൻ കണ്ടില്ല. ബട്ട് ഈ ഒരു ചേഞ്ച് ആക്ച്വലി ഭയങ്കര നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മണി ഈസ് ഈക്വൽ ടു പവർ. പൈസ ഉണ്ടോ അവന് പവർ ഉണ്ടാകും എന്നുള്ള ഒരു അസംഷൻ എന്നില്ലേ? ഇത് നമ്മുടെ ചരിത്രത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാലത്ത് ലാൻഡ് ഉണ്ടെങ്കിൽ ലാൻഡ് ആണ് റിയൽ പവർ എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷിയൊക്കെ ചെയ്തിരുന്ന കാലത്ത് അന്ന് നമ്മുടെ കയ്യിൽ ഒരുപാട് ഗോൾഡ് ഉണ്ട്, ഒരു പക്ഷെ നമ്മൾ ആ രീതിയിൽ റിച്ച് ആയിരിക്കാം. ബട്ട് ദെൻ ലാൻഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പവർലെസ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇനിയുള്ള കാലത്ത് എന്താണ് ഏറ്റവും കൂടുതൽ വാല്യൂ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു സാധനമുണ്ട്. ഇപ്പൊ എനർജി ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ അറ്റൻഷൻ ഇക്കോണമി. ഇപ്പൊ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അപ്പൊ ആൾക്കാരുടെ അറ്റൻഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ആൾക്കാർ, ലോകത്തുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ബിഗർ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പറ്റും. കളക്റ്റീവ് ഇന്റലിജൻസ് എപ്പോഴും കൂടുതലായിരിക്കും. അപ്പൊ ഇന്റലിജൻസ്, കാരണം കൂടുതൽ ആൾക്കാരുണ്ട്, കൂടുതൽ തിങ്കിങ് പവർ ആണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് കൂടുതൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കഴിയുമെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സിനാരിയെ കുറിച്ച് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് വെച്ചാൽ, ഇൻ കേസ് പോപ്പുലേഷൻ കുറയുകയാണെന്നുണ്ടെങ്കിൽ സീരിയസ് ഇഷ്യൂസ് ഉണ്ട്. ഇപ്പൊ ജപ്പാനും മറ്റൊക്കെ നേരിടുന്ന, കൊറിയ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നേരിടുന്ന, ഡെവലപ്ഡ് വേൾഡ് ഇൻ ജനറൽ നേരിടുന്നത്. ഒരു പരിധി വരേക്കും മലയാളി കുട്ടികളൊക്കെ യു കെയിലും മറ്റൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നത് കെയർ ഹോമിലെന്ന് പറയുന്നില്ല. എന്ന് വെച്ചാൽ അവിടെ അത് ജോലി ചെയ്യാൻ ആളെ കിട്ടാത്തതുകൊണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നിലവിലൊക്കെ തേർഡ് വേൾഡ് കൺട്രീസിലോ ഡെവലപ്പിംഗ് നേഷൻസിലൊക്കെ ഈ ഓവർ പോപ്പുലേഷന്റെ ഇഷ്യൂ ഉണ്ട്. ബട്ട് ദെൻ ഇതുകൂടെ സ്റ്റെബിലൈസ്ഡ് ആയാൽ ഈ എഡ്യൂക്കേഷൻ, പല പ്രൊഡക്റ്റുകളും നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നും, പക്ഷെ ഉപകാരമൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പ് ഐഡിയാസ് മറ്റൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും, പക്ഷെ അത് റിയൽ പെയിൻ പോയിന്റിനെ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മുടെ ഇലിറ്ററസി ആയിരിക്കും അതൊരു നമ്മളൊരു സൊല്യൂഷൻ ആയിട്ട് കാണുന്നത്. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഹൈപ്പ് ഉണ്ടാക്കിയാൽ മതി, വൈറൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികൾ ക്രിയേറ്റ് ചെയ്താൽ മതി, ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലുക്കിംഗ് ഗുഡ് എന്നുള്ള ഒരു റീസണിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ബട്ട് ഇതിനൊക്കെ ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട്. ആ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിയൽ ആയിട്ട് കസ്റ്റമേഴ്സ് യൂസ് ചെയ്യുന്ന പോയിന്റിൽ അതിന് നല്ല നെഗറ്റീവ് മാർക്കറ്റിംഗ് വരും. പിന്നീട് ഇത്രയും കാലം കൊണ്ട് എന്താണ് ഉണ്ടാക്കിയത് അതൊക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളത്, അപ്പോൾ ഒരുപാട് ക്രിപ്റ്റോ പ്രൊഡക്റ്റുകൾ ഒക്കെ ശരിക്കും VC ഫണ്ടുകൾ അടിച്ചു മാറ്റാൻ, അല്ലെങ്കിൽ ഹൈപ്പ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാരുടെ ഫണ്ട് അടിച്ചു മാറ്റാനൊക്കെ വരുന്നില്ല. ബട്ട് ഇതൊക്കെ പിന്നീട് ആ ടോട്ടൽ ഇതിന്റെ വലിയ വില ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വെറും യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവ് നിന്ന് അതിനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ബാഗ് ഇതും ബാഗ് എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് അതിനൊരു മീനിങ് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും കളിയാക്കുന്ന പോലെ ഐഫോണൊക്കെ ശരിക്കും ഒരു മീനിങ് കൂടി കൊടുക്കുന്നുണ്ടല്ലോ. ഫോൺ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ആൻഡ്രോയിഡ് ഫോണുകളുടെ അത്ര ഒന്നും തന്നെ യൂസബിലിറ്റി ഒന്നും ഇല്ല എന്നുള്ളതിനെ കുറിച്ച് എല്ലാവരും ഒരു കുറ്റം പറയുന്ന, വിൽക്കുന്നതിന് ചിലവൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യമില്ല. ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ്, ഇപ്പൊ എഡ്യൂക്കേഷൻ സെക്ടറിൽ നമ്മൾ കുറെ കണ്ടന്റ് ഉണ്ടാക്കി അതിനൊരു ലോക്ക് ഇട്ട് വിൽക്കുന്നതിന് പ്രത്യേകിച്ച് ഇന്ന് വലിയ ഡിമാൻഡ് ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇന്റർനെറ്റിൽ അത്രയും കണ്ടന്റ് സുലഭമാണ്. അപ്പോൾ ഇഡാപ്റ്റ്, ഇപ്പൊ ഞാനൊരു ടെക് റൺ ചെയ്യുന്ന ആളാണ്, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ എന്താ ചെയ്തെന്ന് വെച്ചാൽ ലൈവ് ക്ലാസ്സുകളിലേക്ക് സ്വിച്ച് ചെയ്തു. അപ്പോൾ ഫാക്കൽറ്റിയും സ്റ്റുഡൻസും തമ്മിലുള്ള ലൈവ് ഇന്ററാക്ഷൻ വരുന്ന സമയത്ത് അതിനൊരു വാല്യൂ ഉണ്ട്, അതിനൊരു പ്രീമിയം